ടേബിളിൽ, അതായത് ചെയറിൻ്റെ ആമിൽ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടാപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആ ടാപ്പിങ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി ഒരു ടവൽ എടുക്കുന്നു, ജസ്റ്റ് മൗത്ത് കവർ ചെയ്യുന്നു. സെക്കൻഡ് ബിഹേവിയർ. ബാലഭാസ്കറിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലക്ഷ്മിയുടെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ഒരു സൈക്കോളജിസ്റ്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ബിഹേവിയർ അനാലിസിസ് ആണ് നടത്തിയിരുന്നത്. അതിനകത്തൂടെ തന്നെ നമുക്ക് പല കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി പറഞ്ഞേക്കുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്ന്. പ്രത്യേകിച്ച് തമ്പിയെ പറ്റി പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി ഭയങ്കരമായിട്ട് അലേർട്ട് ആവുന്നു, ഭയങ്കരമായിട്ട് നെർവസ് ആവുന്നു. കുറേ ബിഹേവിയർ ചേഞ്ചസ് നമ്മളത് കണ്ടതാണ്. ആ ഒരു പുള്ളി വ്യക്തമായിട്ട് എടുത്തു വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ആ പുള്ളിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആ പുള്ളിയുടെ ചാനൽ നെയിം ഹ്യൂമൻ പ്രോട്ടോകോൾ എന്നാണ്. അപ്പോൾ അതിനകത്ത് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടം ഫാമിലിയിലെ ലതയുടെയും രവീന്ദ്രന്റെയും വീഡിയോ ആണ്. 2019 അവർ കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനെയാണ് ഈ പുള്ളി എടുത്ത് വെച്ചിട്ട് അനാലിസിസ് നടത്തിയിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പരമകള്ളത്തരമാണ് അവർ വന്നിരുന്ന ഇന്റർവ്യൂവിനകത്ത് പറയുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. മരിക്കുന്നത് വരെയും അച്ഛൻ ഇതേ ആറ്റിറ്റ്യൂഡാണ് ഉണ്ടായിരുന്നത്. അതെ, അതെന്താന്ന് വെച്ചാൽ ഇതന്നെ പറഞ്ഞിരുന്നത്, ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ രവീന്ദ്രൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ബാലു മരിക്കുന്നത് വരെ അച്ഛൻ്റെ ബിഹേവിയർ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ലതയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് ജസ്റ്റ് വളരെ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ കാണാം, ടേബിളിൽ, അതായത് ചെയറിൻ്റെ ആമിൽ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടാപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആ ടാപ്പിങ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി ഒരു ടവൽ എടുക്കുന്നു, ജസ്റ്റ് മൗത്ത് കവർ ചെയ്യുന്നു. സെക്കൻഡ് ബിഹേവിയർ. അതിനുശേഷം ആ മൗത്ത് കവർ ചെയ്തതിന് ശേഷം ആ ടവൽ വെച്ചതിന് ശേഷം ഷോളിൻ്റെ എഡ്ജ് എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. സോ ഈ ഒരു 3 ബിഹേവിയേഴ്സ് കാണുമ്പോൾ ചിലപ്പോൾ വളരെ നോർമലായിട്ട് തോന്നും. പക്ഷേ ഈ 3 ബിഹേവിയറും ഡിസെപ്ഷൻ സ്കെയിലിൽ വളരെ ഹൈ റേറ്റ് സ്ട്രെസ്സിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ബിഹേവിയറാണ്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ടെൻഷൻ അല്ലെങ്കിൽ നെർവസ്നെസ് വരുമ്പോൾ അത് റിലീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബിഹേവിയറാണ്. അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ആർക്കാലും ഈ ഒരു സംഭവം മനസ്സിലാവും. ഇതിനകത്ത് പുള്ളി എടുത്തു വെച്ച് പറയുന്നുണ്ട്, പെട്ടെന്ന് ഈ കൈ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഡ്രസ്സ് എടുത്ത് നേരെ ഇടുന്നതിനെ പറ്റിയിട്ടും ഒക്കെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു കള്ളത്തരത്തിന്റെ ലക്ഷണമാണ്. അതിനൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആ ഇന്റർവ്യൂ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനകത്ത് ഈ രവീന്ദ്രൻ പല കാര്യങ്ങൾ പറയുമ്പോഴും അവരെ നോക്കുവാണ്, എന്നിട്ട് അവരാണ് പല കാര്യങ്ങൾക്കും ആൻസർ ചെയ്യുന്നത്. ഇതെല്ലാം കള്ളത്തരത്തിന്റെ ലക്ഷണമാണ്. അതായത് ഈ കേസിനകത്ത് വ്യക്തമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇവർക്കെല്ലാം. എന്തായാലും ഈ ഒരു കേസ് പോലീസ് റീഓപ്പൺ ചെയ്തില്ലെങ്കിൽ പോലും പല ആൾക്കാരും ഈ ഒരു വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടും ഇപ്പം പ്രത്യേകിച്ച് പ്രിയയുടെ ഒക്കെ വീഡിയോ വന്നിട്ടും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആരൊക്കെ ആണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി. പ്രത്യേകിച്ച് പ്രിയ പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ മരണത്തിൽ. എന്തായാലും ബാക്കിയോടെ കാണാം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മൗത്ത് കവറിങ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ. നമ്മൾ വളരെ ഇൻസെക്യൂർ ആകുമ്പോഴോ ആൻഷ്യസ് ആകുമ്പോഴോ ഒക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ബിഹേവിയറാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഷോള് എടുത്ത് നേരെ ഇടുക എന്ന് പറയുന്നത് ഒരു ഗ്രൂമിങ് ബിഹേവിയറാണ്. ഗ്രൂമിങ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ അപ്പിയറിങ് പെർഫെക്റ്റ് എന്നൊക്കെ പറയും. അത് ആൻസൈറ്റി വരുമ്പോഴോ അല്ലെങ്കിൽ നെർവസ്നെസ് വരുമ്പോഴോ ഒക്കെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഇത് 3 ബിഹേവിയേഴ്സ് കോൺസിക്യൂട്ടീവായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് എ റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ഹൈ സ്ട്രെസ്. രവീന്ദ്രൻ അത് പറഞ്ഞ സമയത്ത് ലതയ്ക്ക് വളരെ ഹൈലി സ്ട്രെസ് ഉണ്ടാക്കി. ആ ഹൈ സ്ട്രെസ് വന്ന് അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ ആ കോൺവെർസേഷൻ പറഞ്ഞിങ്ങ് വന്നു, അതിനെ കവർ ചെയ്ത് ഓക്കെ അതെ ഇങ്ങനെയാണ് ലത പറഞ്ഞ പോലെയാണെന്ന് പറഞ്ഞ് അതിനെ കണ്ടിന്യൂ ചെയ്ത് വളരെ ഡിഫ്ലക്റ്റ് ചെയ്തത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത്രയാണ് സംഭവം. ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് പുള്ളിയുടെ ചാനലിൽ കാണാൻ പറ്റും. ഏകദേശം 10-20 മിനിറ്റ് ഉണ്ട്. വ്യക്തമായിട്ട് ഇവരുടെ കാര്യങ്ങൾ എടുത്തു വെച്ച് പറയുന്നുണ്ട്. വെറുതെ വന്നിരുന്ന ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ കുറച്ച് പ്രഹസനം കാണിക്കുവാണ്. കാര്യം ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ ഇപ്പോഴും അവരാരും തുറന്നു പറയുന്നില്ല. നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ ഇവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് എന്തുമാത്രം ഉണ്ടെന്ന്. ഇന്നലെ പ്രിയയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പ്രിയ അതിനകത്ത് ഒരു കാര്യം മെയിനായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതായത് നമ്മളെല്ലാവർക്കും അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. ലക്ഷ്മി ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയെടുത്ത്, അതായത് ബാലഭാസ്കറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, അവൻ ചത്തതോ അവൻ്റെ കുറേ ആക്രി സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്, അത് പറക്കി വിൽക്കണമെന്ന്. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് ലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം. നമുക്കറിയാം ലക്ഷ്മി തന്നെ ആദ്യമായി 6 വർഷത്തിന് ശേഷം മീഡിയയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം വളരെ ക്ലിയർ കട്ടായി ലക്ഷ്മിക്കെതിരെ വന്നൊരു ആരോപണമാണ് അവരുടെ തന്നെ ഒരു മ്യൂച്വൽ സുഹൃത്തിന്റെ ഭാഗത്തു നിന്ന്.
ഞങ്ങൾ അനുമാനിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി വന്നത് എന്നാണ്. കാരണം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇതിനോടകം ലക്ഷ്മി പുറത്ത് വന്നേനെ, എന്തെങ്കിലും കാര്യം അറ്റ്ലീസ്റ്റ് പേഴ്സണൽ ലെവലിലെങ്കിലും ലക്ഷ്മി ഒരു കമ്മ്യൂണിക്കേഷൻ ശ്രമിച്ചേനെ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ അതിനെ ശ്രമിക്കാതെ ഈ ഒരു ഘട്ടത്തിൽ വന്നത് ലക്ഷ്മി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. കുറച്ച് പേരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു, ചിലരിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതും സംഭവിച്ചു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ ചില തെളിവുകൾ സഹിതം ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും മെസ്സേജസ് ആയിട്ടും സ്ക്രീൻഷോട്ട്സ് ആയിട്ടും ഒക്കെ 2019 മുതൽ ഞങ്ങളുടെയൊക്കെ പക്കൽ കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ലക്ഷ്മി പറയുന്ന ഓഡിയോ ആയിട്ടും മെസ്സേജുകളായിട്ടും ഇവരുടെ കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നു. അതായത് 2019 തൊട്ടേ ഇവരുടെ കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനല്ലേ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഉറപ്പുവരുത്താൻ പറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തി അത് പ്രൂവ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. അതായത് ജോയി എടുത്ത് ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലല്ലേ ലക്ഷ്മിയുടെ ഒരു പെരുമാറ്റവും സംസാരവും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യണമെന്നാണ് ഇതിനകത്ത് പ്രിയ പറയണത്. ഇനി അത് മാത്രമല്ല, അതെല്ലാം പോട്ട് ഈ സംഗീതം എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും വലുതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ബാലഭാസ്കർ ആയാലും ബാലഭാസ്കറിന്റെ വീട്ടുകാരായാലും. അത് മാത്രമല്ല, അവരുടെ വീട്ടുകാരെ ആരെയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് വയലിനായാലോ ഗിറ്റാർ ആയി കഴിഞ്ഞാലോ കീബോർഡ് ആയാലോ എന്ത് തന്നെ ആയാലും അവർക്കുള്ള സാധനങ്ങൾ അവർ വളരെ പ്യുവറായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇവിടെ ബാലഭാസ്കറിന്റെ സ്റ്റുഡിയോ കംപ്ലീറ്റ്ലി ഫംഗസ് ഒക്കെ കയറി ഇരുന്നിട്ട് പോലും ഇവരാരും വൃത്തിയാക്കാനോ ഒന്നും തിരിഞ്ഞു നോക്കാനോ പോലും പോയിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പ്രിയ പറയുന്നുണ്ട്. അതായത് അത് വന്ന് പറഞ്ഞത് ഈ ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് അന്വേഷിക്കുന്ന സമയത്ത് അവിടെ പോയ സമയത്തായിരുന്നു ഇതെല്ലാം കണ്ടതും. എന്നിട്ട് അത് വന്ന് ഇവരുടെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടും ഉണ്ടായിരുന്നു എന്ന്. എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല? ഈ പറഞ്ഞ വ്യക്തി തന്നെ ഇതൊക്കെ എന്നോടും ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരിക്കലും അത് പബ്ലിക് ആക്കിയിട്ടില്ല, ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. കാരണം അന്നേരത്തോടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രൈം നടന്നു, അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് ഞങ്ങൾ സംശയിച്ചവർ എന്നുള്ളത് തെളിവ് സഹിതം പുറത്തു വന്നതാണല്ലോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഫാമിലി ഇഷ്യൂസിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ ബാലുചേട്ടൻ്റെ ആക്രി സാധനങ്ങളിൽ നിന്ന് വയലിനെ പറഞ്ഞു, അവൻ ചിരച്ചുണ്ടാക്കിയതിന് വേറെ അവകാശികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെ ലക്ഷ്മി പറഞ്ഞതാണോ അല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ഇതൊക്കെ ആരോപണങ്ങളായി പുറത്തുവിട്ട ആളുടെ ബാധ്യതയാണ്, ഞങ്ങളുടേതല്ല. എന്നിരുന്നാലും അന്ന് അതൊക്കെ കേട്ടപ്പോൾ പോലും ഓരോരുത്തരുടെ സാഹചര്യം എന്താണ്, കൃത്യമായി അവരിയ്ക്കുന്ന അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതേക്കുറിച്ച് മിണ്ടണ്ട എന്നുള്ളത് തന്നെയാണ് ബാലുചേട്ടൻ്റെ അമ്മയും അച്ഛനും അമ്മാവനും ഞങ്ങളും ഒക്കെ എടുത്തൊരു തീരുമാനം. അന്ന് പബ്ലിക് ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് കേസിൻ്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു മറുവശത്ത് ബാലഭാസ്കർ എന്ന വ്യക്തിയുടെ സ്വപ്നമായിരുന്ന സ്റ്റുഡിയോയെക്കുറിച്ച് അത് മുഴുവൻ ഫംഗസ് കയറി നാശാവസ്ഥയിലാണ് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ വന്ന് പറയുന്ന സമയം മുതലേ ഞങ്ങൾക്കത് ഒരുപാട് വേദന നൽകിയിരുന്ന കാര്യമാണ്. ബാലുചേട്ടൻ്റെ സ്വപ്നമായിരുന്നു ആ സ്റ്റുഡിയോ. അതുപോലെ ബാലുചേട്ടൻ വാങ്ങിയിരുന്ന ഓരോ വയലിനും വാങ്ങിയിരുന്നു എന്നിരുന്നാൽ പോലും അതൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് അദ്ദേഹം കരുതിയിരുന്നത്. ഓരോ പടി ഉയരുന്ന ഒരു ആസ് എ വയലിനിസ്റ്റ് അദ്ദേഹം കയറുന്ന പടികളുടെ തെളിവായിട്ടായിരുന്നു ഓരോ വയലിനും ഓരോ എൻഡോഴ്സ്മെൻറ്റും അദ്ദേഹം കരുതിയിരുന്നത്. അപ്പോൾ ആ വയലിനുകളൊക്കെ നാശമാകുന്നു എന്നൊക്കെ കേൾക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. തീർച്ചയായിട്ടും അത് വലിയ ബുദ്ധിമുട്ട് തന്നെ. ഈവൻ നമുക്ക് ബാലഭാസ്കറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ വണ്ടടിക്കുന്നത്. കാര്യം ഇങ്ങനെയൊക്കെ ആ ഒരു മനുഷ്യൻ്റെ അടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. എന്തായാലും ആ ഒരു പുള്ളി മരിച്ചുപോയി, പക്ഷെ ആ ഉള്ള സാധനങ്ങളെങ്കിലും വളരെ എന്താ പറയണ്ട നല്ല രീതിയിലല്ലേ സൂക്ഷിക്കേണ്ടത്. ഇതൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഒരു വിഷയം വരുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴാണ് പല ആൾക്കാരും പറയണത് സൈബർ ബുള്ളിങ് ചെയ്യുന്നു, ലക്ഷ്മി എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഉള്ള കാര്യങ്ങളല്ലേ ചോദിക്കുന്നത്. ലക്ഷ്മി ആരും ഇവിടെ സൈബർ ബുള്ളിങ് ഒന്നും ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങളെടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അതിനെ പറയാൻ മറുപടി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡയലോഗുകൾ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് പറയണത് ആരാണ്? ബാലഭാസ്കറിന്റെ കസിൻ തന്നെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇനി ഈ ഒരു വിഷയത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. പ്രിയ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് കർമ്മ ന്യൂസ്, അതായത് ഒരു വർഷത്തിന് മുന്നേ ബാലഭാസ്കറിന്റെ ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത ചെയ്തിട്ടുണ്ട് അവർ. അതിനകത്ത് ബാലഭാസ്കറിന്റെ ഇൻവോൾവ്മെന്റ് സ്വർണ്ണക്കടത്തുമായിട്ടുള്ള എന്തുമാത്രം ഉണ്ടെന്ന് അതിനകത്ത് അവർ സംസാരിക്കുന്നത്. ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് പ്രിയ പറയുന്നത് എങ്ങും ഞാൻ കേട്ടിട്ടില്ല. ഇതിനകത്ത് പല ആൾക്കാരുടെയും ഇൻവോൾവ്മെന്റ് ആണ് പറയണത്. എല്ലാവർക്കും സ്വർണ്ണക്കടത്ത് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സ്വർണ്ണക്കടത്ത് ഉണ്ടായിരുന്നോ, അയാൾ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യായിരുന്നോ, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഞാൻ ഒരു വർഷത്തിന് മുന്നേ വന്നൊരു വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ബാലഭാസ്കർ വൻ തോതിൽ വിദേശത്ത് നിന്നും സ്വർണം കടത്തി. അദ്ദേഹം ക്യാരിയർ ആയിരുന്നു. ഇദ്ദേഹം കടത്തിയ സ്വർണം മുഴുവൻ ഒരു സ്വർണ്ണ ബിസിനസ്സുകാരനും ജ്വല്ലറിക്കാരനും കൂടിയായ ആളുടെ ആയിരുന്നു. ഈ ജ്വല്ലറി കേരളത്തിലും പുറത്തും പ്രസിദ്ധമാണ്. ബാലഭാസ്കർക്ക് വേണ്ടി ഗ്രീൻ ചാനൽ വിമാനത്താവളത്തിൽ ഒരുക്കി നൽകിയത് മുൻ ആഭ്യന്തരമന്ത്രിയും കുടുംബവും. ബാലഭാസ്കർ വിദേശത്ത് എവിടെ പരിപാടി നടത്തിയാലും ദുബായ് ടച്ച് ചെയ്തായിരിക്കും വരിക. ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ബാലഭാസ്കറിന്റെ വയലിന്റെ ഉള്ളിലും കവറിന്റെ ഉള്ളിലും സ്വർണം നിറയ്ക്കും. ഇത് അവിടെ നിന്നും കയറ്റാൻ ദുബായിൽ ഏജന്റുമാർ ഉണ്ടാകും. ബാലഭാസ്കർ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും വിമാനം കയറുമ്പോൾ കേരളത്തിലെ മുൻ ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യ ഉണ്ടാകും, അല്ലെങ്കിൽ മക്കളുണ്ടാകും.
കൊച്ചിയിലും തിരുവനന്തപുരത്തും ബാലഭാസ്കർ വന്നിറങ്ങുമ്പോൾ ബാലഭാസ്കറിനെ ഗ്രീൻ ചാനലിലൂടെ നയിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ കുടുംബമായിരിക്കും. ഇത്തരത്തിൽ ബാലഭാസ്കർ വരുമ്പോൾ അദ്ദേഹത്തിനൊപ്പം യാത്ര നടത്തിയത് ഏത് മന്ത്രിയുടെ ഭാര്യയായിരുന്നു, മക്കളായിരുന്നു എന്ന് അന്വേഷിച്ചാൽ എല്ലാം കേട്ടല്ലോ. അത് ബാലഭാസ്കർ സ്ഥിരമായിട്ട് സ്വർണം കൊണ്ടുവരാറുണ്ടായിരുന്നു എന്ന് ഒരു കാരിയർ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയൊക്കെ വാർത്തകൾ ബാലഭാസ്കറിനെതിരെയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടും ഒരു എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാര്യം ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ബാലഭാസ്കർ ഒരുപാട് കാശ് അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്ന് പുള്ളിക്കാരന് ഇത്രയൊക്കെ ഫണ്ട് കിട്ടുമെന്ന് ഞാൻ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അതിന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പോസിറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ആരായാലും ചിന്തിച്ചു എന്നൊരു കാര്യമാണത്. എന്തായാലും ഈ ഒരു കേസിൻ്റെ അന്തിമഘട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് റീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രതികളെ പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇത്രയും വർഷമായിട്ടുള്ളൊരു കേസ്, ഇത്രയും ആൾക്കാർക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇവരെ എല്ലാവരെയും ഒന്ന് വിളിച്ച് നല്ല പ്രോപ്പറായിട്ടൊരു ഇൻട്രോഗേഷൻ നടത്തി കഴിഞ്ഞാൽ പല കാര്യങ്ങളും കിട്ടും. അത്ര ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.